ഇന്ന് നമുക്ക് പാൻ റോസ്റ്റഡ് ഫിഷ് മസാല ഉണ്ടാക്കുന്നതിന് നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ ഒരു ഫിഷ് മുഴുവനായിട്ടുള്ള ഒരു ഫിഷ് എടുത്തിട്ടുണ്ട്. ആ ഫിഷ് നമ്മളിങ്ങനെ വരഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് ഈ ഫിഷിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം. ഇത് മൂന്നും കൂടി ഈ ഫിഷിലേക്ക് നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ ഈ മസാലകളൊക്കെ ഒന്ന് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഞാൻ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫിഷാണിത്. ഇനി നമുക്ക് ഈ ഫിഷിലേക്ക് നമുക്കൊരു മസാല ഉണ്ടാക്കണം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മീഡിയം സവാള എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം സവാള ചോപ്പ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക. ഇഞ്ചിയും അങ്ങനെ തന്നെ സ്ലൈസ് ചെയ്തെടുക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ഇഞ്ചി കുറച്ചെടുത്താൽ മതി. പിന്നെ പച്ചമുളക് അതും നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേപ്പിൻ്റെ ഇല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ മുളക് പൊടി ഞാൻ ഇവിടെ എടുത്തേക്കണം മുളക് ഞാൻ കാശ്മീരി മുളക് എടുത്തേക്കുന്നത്. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. പിന്നെ 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് എടുത്തിട്ട് ഈ കോക്കനട്ട് മിൽക്ക് നമ്മൾ എന്തിനാ ഫിഷിലേക്ക് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് നന്നായിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോക്കനട്ട് മിൽക്ക് ചേർക്കുന്നത്. ആ ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കോക്കനട്ട് മിൽക്ക് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഈ മസാലകളൊക്കെ നമ്മൾ ഒന്ന് എണ്ണയിലിട്ട് നമ്മളൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഫിഷിൽ നമ്മൾ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യും. അപ്പോൾ ഈ കോക്കനട്ട് മിൽക്കും കൂടി ചേർത്താൽ മാത്രമേ നമ്മുടെ ഫിഷിലേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയ്ക്ക് നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത് നമ്മളൊരു 3 സ്റ്റെപ്പായിട്ട് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാത്തിലും നമ്മൾ കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കുക. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവോളയ്ക്ക് പകരം നമുക്ക് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം നമ്മുടെ സവോളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. അത് നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർക്കുമ്പോൾ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ചെറിയ പച്ചമുളകും കിട്ടും, കുറച്ച് വലിപ്പമുള്ള പച്ചമുളകും കിട്ടും. നമ്മൾ കുറച്ച് വലിപ്പമുള്ള പച്ചമുളകായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇതെടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് ഫിഷ് ഇടാം. ഈ ഫിഷ് നമുക്ക് ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡ് മറിച്ചിടണം. ഫിഷ് നന്നായിട്ട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3/4 ഭാഗം മാത്രമേ ഫിഷ് മൊരിഞ്ഞാൽ മതി. നമ്മുടെ ഫിഷ് 2 സൈഡും മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. നമുക്ക് എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. മഞ്ഞൾപ്പൊടി ഇടാം, മല്ലിപ്പൊടി ഇടാം, മുളക് പൊടി ഇടാം, കുരുമുളകിൻ്റെ പൊടി ഇടാം. നമ്മുടെ മസാലപ്പൊടികളൊക്കെ എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചേക്കണം സവോളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക.
ഇനി നമുക്ക് ഈ മസാലയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണം മീൻ ചേർക്കാം. ഈ മസാലകളൊക്കെ ഈ മീനിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് പിടിപ്പിക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക. ഈ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ഡ്രൈ ആവണം. മീൻ്റെ സൈഡിലേക്ക് ഈ തേങ്ങാപ്പാൽ നമുക്കിങ്ങനെ ആക്കി കൊടുക്കണം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഏറ്റവും നല്ല ഫിഷ് നമുക്ക് കരിമീനാണ്. കരിമീൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാനിവിടെ വേറെ ടൈപ്പ് ഫിഷ് എടുത്തേക്കുന്നത്. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ റോസ്റ്റഡ് ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്.